5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. എടോ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വരുന്ന മെയ് 5-ാം തീയതി വരുമ്പോ 5 വർഷം എന്റെ ഓപ്പറേഷൻ ഞാൻ വേദന എടി തള്ളേ 5 അല്ല 50 കൊല്ലം അതിന്റെ ഉള്ളിൽ കിടന്നാലും കത്രിയൊക്കെ ഒന്നും സംഭവിക്കൂല. ഞങ്ങൾക്കും അറിയാം. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നിങ്ങളടുത്ത് ഒരു തെറ്റ് പറ്റണമെങ്കിൽ അതിനെ അംഗീകരിക്കുക. ഞങ്ങളടുത്ത് തെറ്റ് പറ്റിയെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള ഒരു സംസാരമുണ്ട്. ഇത് അവരെന്തോ അവരുടെ വയറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് സർക്കാരിനെതിരെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഭവമായിട്ടാണല്ലോ നിങ്ങളെ കണക്കൂട്ടല്. നിങ്ങൾ ന്യായീകരിച്ചോളി. നിങ്ങൾ 10 വർഷമായിട്ട് ഇപ്പൊ ഈ അടിമകളും സഖാക്കളും ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട് ഈ ഭരണത്തിനെ കുറിച്ച്. അത് കണ്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ ന്യായീകരിക്കണേ. ഞങ്ങളൊക്കെ നികുതി പണം കൊണ്ട് ഇല്ലാത്ത 5-ക്കും 6-ക്കും ശമ്പളം നിങ്ങൾക്ക് വാങ്ങണ്ടല്ലോ. നിങ്ങൾ അതിനുള്ള ഒരു നീതിയെങ്കിലും കാണിക്കണം. മനസ്സിലായോ? ഡോക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സുമാരൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മാലാകമാണ്, ദൈവത്തിന്റെ സ്വന്തം മാലാകമാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ടീമിനെ ഞങ്ങൾ വിശേഷിപ്പിക്കേണ്ടത്? ഞങ്ങളൊക്കെ നികുതി പണം കൊണ്ട് ഞങ്ങളെ ജീവനൊന്നും ഒരു വിലയില്ലേ? ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ നിലകൊള്ളുന്നത്. മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദമാഷ്ക്കും പാർട്ടിന്റെ വലിയ വലിയ ആളുകൾക്കൊക്കെ വിദേശത്തും UK-ലും അമേരിക്കയിലും ഒക്കെ പോയി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളിപ്പോഴത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുള്ളൂ. എന്നിട്ട് 1000 വെച്ചിട്ട് ഈ തള്ളനെ ഒരു 10 ദിവസം ഈ പറഞ്ഞ ഈ കത്രിക ഒന്ന് ഉള്ളിലാക്കിയിട്ട് ഒന്ന് കിടത്തട്ടെ, ഒരു 10 ദിവസം തുന്നി കൂട്ടിയിട്ട് അവിടെ കിടത്തട്ടെ. ഒരു നമ്മളൊക്കെ ഫുഡ് പോയ്സൺ എന്തെങ്കിലും ഒന്ന് ഉള്ളിൽ കിടന്നാൽ, എന്തെങ്കിലും ഒരു സാധനം ഉള്ളിൽ കിടന്നാൽ നമുക്കറിയാം വയറിന്റെ ഉള്ളിലെ വേദന എന്താണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് വേദന കൊണ്ട് പുളകം പൂക്കുക നമുക്ക്. എന്നിട്ട് ആ അവസ്ഥ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ പോയിട്ട് ഇഞ്ചക്ഷൻ ഇതൊക്കെ ആയിട്ടാണ് ഈ വേദന മാറ്റുന്നത്. 5 വർഷം ഈ പാവത്തിന്റെ ഉള്ളിൽ ഈ കത്രിക വെച്ചിട്ട് നടന്നല്ലോ. എന്നിട്ട് അതിന് ന്യായീകരിക്കുക. ഉളുപ്പുണ്ടല്ലോ നിങ്ങൾക്ക്. 40 വട്ടം പറയുന്നുണ്ട്. പിന്നെ ആരോഗ്യ കേരളം നമ്പർ 1 കേരളം വേൾഡിൽ അറിയപ്പെടുന്നത് ഇത്രയും ഫെസിലിറ്റി ഇല്ലാത്ത കേരളത്തിൽ അങ്ങനെ മാങ്ങാ തൊഴിൽ മാമാന്റെ സഞ്ചി എന്നൊക്കെ പറയണ്ടല്ലോ നിങ്ങൾ. മോമ്പായി പോയി. ഇല്ലെങ്കിൽ ഇതിനൊക്കെ പറയാൻ വേറെ വാക്കുകളുണ്ട്. എന്നിട്ട് ന്യായീകരിക്കണ്ടല്ലോ നിങ്ങൾ. ഇതൊക്കെ ഒന്ന് കാണും. എന്നിട്ട് അതിനനുസരിച്ച് ഒന്ന് പ്രവർത്തിക്കും. ഒന്നും വേണ്ടെങ്കിലൊന്ന് ഒരു നടപടി എടുക്കും, വേണ്ട നടപടി എടുക്കും എന്നുള്ള ഒന്ന് വെറുതെ പറഞ്ഞാൽ മതി. തെറ്റാർക്കും പറ്റാം, സ്വാഭാവികമാണ്. ഒരു നടപടി എടുക്കുക, വേണ്ട പോലെ ചെയ്യാന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ മതി. അതിന്റെ പകരം നിങ്ങളൊക്കെ പറഞ്ഞാൽ എന്താ? എങ്ങനെ ഇതൊക്കെ പറയാതിരിക്കുക? ഇതാ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കേട്ടോക്കി. വീഴ്ചയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ട് നടപടി എടുക്കുന്നു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇത് മാത്രം പ്രവർത്തിക്കേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ടൊന്നുമില്ല. തുടർച്ച അതേ 1-2 ഉണ്ടാവും, അത് കഴിഞ്ഞില്ലേ. പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനമില്ലേ കേരളം. അത് 2 ചൂണ്ടിക്കാണിച്ചിട്ട് ഇതോടുകൂടി എല്ലാ ഓപ്പറേഷനും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. കേരളത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? പറയട്ടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. കേട്ടില്ലേ? പാർട്ടി സെക്രട്ടറി പറഞ്ഞ വർത്താനാണിത്. പിന്നെ എങ്ങനെ ഇവന്മാരൊക്കെ ഈ ബാക്കിയുള്ള ഡോക്ടർമാരും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിന് ന്യായീകരിക്കൂലേ? ഈ പാർട്ടിക്കാരൻ ഇങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുക, വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. അതിനെതിരെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനത്തെ ടീമിനൊക്കെയാണ് നമ്മൾ വോട്ടും ചെയ്തിട്ട് ഇങ്ങനെ പൊന്തിച്ച് നടക്കണം. നാളല്ലേ അടിമകളായിട്ട് നീ ജീവിക്കാൻ? തെറ്റ് കണ്ട തുറന്ന് പറയാം യവനോടാണെങ്കിലും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ന്യായീകരിച്ച് വെറുതെ ഞങ്ങളിടയിൽ കിടന്ന് ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. അത്രേ പറയാനുള്ളൂ.